അപ്പോൾ ഗൈസ് നമ്മളിതാ ട്രക്കിങ്ങിനായിട്ട് ഇറങ്ങാൻ പോവാണ്. ഇത് പിറ്റേ ദിവസത്തെ എന്താ പറയുക ശബ്ദം, പിറ്റേ ദിവസത്തെ വ്ളോഗിലാവട്ടെ ഇത് കാണാം. ഈ പെണ്ണും പിള്ള അപ്സരേജിനെ എന്ന് പിറ്റേ ദിവസത്തെ വ്ളോഗിലാവർക്ക് ഇത് കാണാം. ആ റസ്മി ചേച്ചി ഒരു സ്റ്റാൻഡ് എടുക്കാൻ പറ ചേച്ചി, ആ സ്റ്റാൻഡ് എടുത്തിട്ട് വരുമോ? അപ്പോൾ പിന്നെ കറക്റ്റായിട്ട് കാണാം. ഇവിടെ ഒരാൾ തുള്ളി കളിച്ച ഓ നൈസ് അടിപൊളിയിട്ട് അവിടെ ഫോട്ടോ എടുക്കാൻ ഞാൻ എപ്പോൾ എടുത്തരാം. നമ്മളപ്പോൾ ട്രക്കിങ്ങിന് പോട്ടെ കേട്ടോ. അപ്പോൾ ഗൈസ് ട്രക്കിങ്ങിന് പോകാൻ നോക്കി നമ്മളെ ആ ചേട്ടൻ ഫുഡ് കഴിക്കുന്നുണ്ട് പ്രേരിപ്പെടുത്തി. അതെ ഫുഡ് കഴിക്കാൻ കയറി ഇവിടുന്ന് കയറി വരുമ്പോഴേക്കും തളർന്നു ഗൈസ്. സത്യത്തിൽ ഫുഡ് കഴിക്കട്ടെ കേട്ടോ. ഞാൻ നിനക്ക് മൈക്ക് തന്നായിരുന്നു ഗൈസ്. നമ്മൾ ട്രക്കിങ്ങിന് പോകാനായിട്ട് മുമ്പ് തന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നേക്കാണ്. സൂപ്പൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് സൂപ്പിൽ നിന്ന് തുടങ്ങാം. അതെ നോക്കട്ടെ. നൈസ്. ഹോട്ടാണെങ്കിൽ കുറച്ചുകൂടി അടിപൊളിയാണ് കേട്ടോ. ചൂട് കുറവാ. ഹോട്ട് ആൻഡ് സ്പൈസി. ഇതപ്പോൾ എന്താ ഇത്? ഓ ഹോട്ട് ആൻഡ് സ്പൈസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൂടും കുറച്ച്. ചിലയിലൊക്കെ ഒന്ന് തിരിക്കൂ, ക്യാമറ തിരിക്കൂ, കുടിച്ചു നോക്കൂ, പറയൂ. സൂപ്പിൻ്റെ ആളവിടെ, സൂപ്പിൻ്റെ ആളെത്തിയില്ലല്ലോ. സൂപ്പിൻ്റെ ആളവിടെ ഫോൺ വിളിച്ച് നടക്കുന്നുണ്ട്. കുടി സെറ്റാണല്ലേ? എന്തൊക്കെ ഇല്ലാത്ത സ്പൈസി വേണമായിരുന്നു. ഇതിപ്പോൾ നോർമലായി. നിങ്ങൾ എന്താ പറഞ്ഞിരുന്നേ? നോർമൽ സൂപ്പ്, ചിക്കൻ സൂപ്പ്. ഇങ്ങനെയൊക്കെയാണോ പറയാ? ഞാൻ സെലക്ട് ചെയ്തിട്ടില്ലേ? ബുദ്ധിയില്ലാത്തിട്ടൊക്കെ ഓർഡർ ചെയ്യുക ദൈവമേ. ശരി ബൈ. അപ്പോൾ ഗൈസ് നമ്മളിതാ ട്രക്കിങ്ങിനായിട്ടുള്ള ജീപ്പിൽ കയറിയിട്ടുണ്ട്. വണ്ടി ഇവിടുന്ന് എടുക്കാൻ പോകുന്നുണ്ട്. അപ്സരേജ് ബാക്കിലാണ്. പക്ഷെ അണ്ണൻ പേരില്ലാത്ത കാരണം നമ്മൾ ഫ്രണ്ടിൽ വന്നിരിക്കുന്നു. നന്ദനക്ക് ഒന്നിനും പേടില്ല. പട്ടീനെ മാത്രമേ പേടിയുള്ളൂ, അനൊന്നും പേടിയില്ല ഗൈസ്. ഓക്കെ നമ്മൾ അവിടെ പോയിട്ട് കാണട്ടെ എന്താണ് അവിടെയുള്ള സാധനങ്ങളെന്നൊക്കെ. ആണോ? ആനപ്പിണ്ടോണ്ട് അത്ഭുതപ്പെടല്ലേ? വണ്ടികൾ വരുന്നുണ്ട് കേട്ടോ. കണ്ടോ അതിന്റെ അപ്പുറത്ത് തന്നെ കുട്ടി ചെറിയ കണ്ടു ഒളിച്ചു നിൽക്കുക. അതിന് പേടിച്ചിട്ടേ പാവട്ടാ. കണ്ടോ? അവിടേക്കുണ്ടാ. കണ്ടോ? എല്ലാരും കണ്ടോ? കണ്ടു അതിന്റെ അപ്പുറം ചെറിയൊരു കുട്ടിയുണ്ട്. ആ കുട്ടീനെ കണ്ടു. ഈ ആന്റെ അപ്പുറത്ത് അതിന്റെ ചെറുതിന്റെ ഉള്ളില് ആ ആനയുടെ ചെറുത് അകത്ത് അത് കുട്ടി കണ്ടോ? ബാക്കിൽ ഫോറസ്റ്റ് അടുത്ത്. അപ്പൊ ഗൈസ് നമ്മൾ ആനേനെ കണ്ടു ഗൈസ് അല്ലേ? കുട്ടിയാനെ കണ്ടു. കുട്ടിയാനെയുണ്ട്, വലിയാനെയുണ്ട്, ചെറുത്ത് അതിന്റെ മോളുണ്ട്. മോനൊക്കെ ഉണ്ടെന്ന്. വീണ്ടും ആനേനെ കാണാനുള്ള പോക്കാണ് കേട്ടോ. കണ്ടോ? ഒരു ഗ്രൂപ്പാണ് കേട്ടോ. ടോർച്ച് മാത്രം അടിക്കാം. ചേച്ചി ടോർച്ച് അടിക്കില്ല. സോറി, ടോർച്ച് ഓഫ് ചെയ്തിട്ട് നല്ല വണ്ടികൾ വരുന്നുണ്ട് കേട്ടോ അവിടെ നിന്ന്. മാന്തനെ ഓക്കെ ഇഷ്ടംപോലെ ഉണ്ട്. അവിടുന്ന് കാണിച്ചാൽ ഒന്നല്ല വലുതാ. അത്ര കണ്ടോ? ഫോട്ടോ എടുത്തു കേട്ടോ. ഇനി അങ്ങനെ കിട്ടില്ല, ഇത്ര അടുത്ത് കിട്ടില്ല. എടുത്തിനോ? ഓക്കെ. അപ്പോൾ ഗൈസ് നമ്മളിതാ ട്രക്കിംഗ് ഒക്കെ കഴിഞ്ഞ് കാലൊക്കെ ഇതേ ഇവിടെ ഒരാൾ കുറഞ്ഞു വീഴും തോന്നുന്നുണ്ട്. ഇറങ്ങുമോ? നന്നായിരുന്നില്ലേ? ഇഷ്ടപ്പെട്ടോ? നമ്മൾ ബസ്സിൽ വന്ന വഴി കൂടിയാണ് നമ്മൾ വന്നത്. കുറെ ആനകളെയും. പക്ഷെ എന്താ പറയണ നൈറ്റിന്റെ ഒരു കാടിന്റെ ഒരു ഭീകരത മനസ്സിലാക്കണമെങ്കിൽ നൈറ്റ്
ഇതേ ഒരാള് പുറമൊക്കെ വേദനെടുത്ത് കരയുണ്ട് ഗൈസ്. അപ്സരേച്ചി തണുക്കുണ്ട് കേട്ടോ. ഇവിടെ ഫാനൊന്നും വേണ്ട ഗൈസ്, നല്ല തണുപ്പാണ്. ഞാൻ ഊട്ടിയിൽ പോയപ്പോൾ ചോദിക്കാ ആ റൂമിൽ പോയിട്ട് ഫാൻ ഇല്ലേ ചേട്ടാന്ന്. പോരാനൊരു നോട്ടം നോക്കിയുണ്ട് ഭീകരതാവസ്ഥയിൽ. അതുപോലെയാണ് ഗൈസ്. ഓ എവിടേക്ക് പോണം നമ്മള് ഗൈസ്? ഒടുക്കത്തെ തണുപ്പ് ഗൈസ്. ഉടുക്കത്ത് തണുപ്പൊന്നുമില്ല. എന്റെ പല്ല എനിക്ക് കുട്ടിയിരിക്കുന്നു. ഞാനത് കയ്യില്ലാത്തൊക്കെ ഇട്ട് ട്രൗസറൊക്കെ ഇട്ടത് ഇവര് മറ്റേ കുട്ടി പോലത്തെ സാധനമൊക്കെ ഇട്ടിട്ട് കാശ്മീർ പോണം തണുപ്പിനൊക്കെ. ഇങ്ങനെ 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 ഇത് അത്ര തണുപ്പൊന്നുമില്ല. നമ്മൾ താമസിക്കുന്ന ഒരു മഡ് ഹൗസ് ഇതാണ്. ഇതിൻ്റെ അകത്ത് കിടിലം തണുപ്പ്. അത് ഞാൻ മോർണിംഗ് കാണിക്കാട്ടോ. നല്ല തണുപ്പുണ്ട് അവിടെയൊക്കെ. ഇവിടെ ആൾ പോണൊക്കെ മങ്ങിക്കപ്പൊക്കെ ഇട്ടിട്ട് അതെ. ഇത് അടിപൊളി സ്ഥലമാണേ, ഭയങ്കര നല്ല രസമാണ്. ആരോടെ പറയണ തുറക്കാൻ? നമ്മളിനി പോയി കിടന്നുറങ്ങട്ടെ ഗൈസ്. തണുത്ത് മരം വെച്ച് തുടങ്ങി ശരിക്കേ. ദേ നോട്ടെ, ഞാൻ കുറച്ച് ലേറ്റ് അടിക്കാം, അപ്പം ചൂട് വരട്ടെ, തണുത്തിട്ട് എടുക്കാം. ഇതാണ് നമ്മുടെ മഡ് ഹൗസ്. ഞാൻ നാളെ കാണിക്കാട്ടത്. ഹലോ, അപ്പോൾ അതാ പിറ്റേ ദിവസമായി, കുളിയൊക്കെ കഴിഞ്ഞു. നല്ല തണുപ്പാട്ടോ. എനിക്ക് അതിൻ്റെ ഇടയിൽ കൂടെ ജലദോഷമൊക്കെ പിടിച്ചു. നല്ല സുഖമുണ്ട്. അപ്പോൾ നമ്മൾ താമസിച്ചിരുന്ന സ്ഥലം കാണിച്ചു തരാം. മഡ് ഹൗസാണ് കേട്ടോ. മഡ് ഹൗസിനുള്ളിലാണ് നമ്മൾ താമസിച്ചിരുന്നത്. ഇവിടെ ഇങ്ങനെ ഒരു ഫുൾ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പ്ലേസാണ് കേട്ടോ. നോക്കൂ, നമ്മുടെ റിസോർട്ടിൻ്റെ പേര് അഗ്രഹാരം റിസോർട്ട് എന്നാണേ. നമ്മൾ ഇതിൻ്റെ ഉള്ളിലായിരുന്നു താമസിച്ചിട്ടുണ്ടായിരുന്നത്. പണ്ടത്തെ ഒരു വൈക്കോലും ആ ഒരു സെറ്റപ്പൊക്കെ ആയിട്ടുള്ള വൈക്കോലിൻ്റെ ഒരു മഡ് ഹൗസ്. ഉള്ളിലേക്ക് ഞാൻ കാണിച്ചതേ. ഉള്ളിലേക്ക് നമ്മളിങ്ങനെ കയറി ചെല്ലുമ്പോൾ കണ്ടോ, ഇവിടെ മുള കൊണ്ടൊക്കെ ഉണ്ടാക്കി വെച്ചൊരു സംഭവമുണ്ട്. ഒരു നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാധനം, ഇരിക്കാൻ പറ്റിയൊരു സ്ഥലം. നമ്മൾ ജ്യൂസ് കുടിച്ചാണ് കേട്ടോ എടുത്ത് കൊണ്ടുപോയിട്ടില്ലത്. ഇങ്ങനെ കയറി പോകുമ്പോൾ എന്താ ഡ്രസ്സൊക്കെ വലിച്ചിട്ടുള്ളൂ. ഇവിടെ ഒരു കയറി വരുമ്പോൾ ഒരു സെറ്റപ്പൊക്കെ ഉണ്ട്. അത് നമ്മുടെ റൂം. ഇതാണ് നമ്മൾ കിടന്നിരുന്നത് 3 പേരും. നല്ല തണുപ്പാണ് കേട്ടോ. ഇവിടെ ഫാനൊക്കെ വെച്ചിട്ടുണ്ട്, എന്തിനാണെന്നറിയില്ല. കുളിമുറിയുണ്ട്, കുളിമുറിയിൽ റെസ്റ്റ് കുളിക്കുന്നുണ്ട്. കുളിക്കുന്ന കാണിക്കണമെന്നൊക്കെ. ഓക്കെ, അപ്പം ഞാൻ എന്താ കുളിയൊക്കെ കഴിഞ്ഞ് സെറ്റായി നിൽക്കുകയാണ് കേട്ടോ. നമുക്കിനി ഇവിടുന്ന് തിരുനെല്ലി എന്ന് പറഞ്ഞ അമ്പലം, ഫേമസ് ആയ അമ്പലം എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അവിടേക്ക് പോകണമെന്ന് ആഗ്രഹമുണ്ട്. പോകാൻ പറ്റട്ടെ. ഇവിടുന്ന് 1 കിലോമീറ്റർ അങ്ങോട്ടുള്ളൂ എന്ന് പറഞ്ഞു. ഇന്നലെ ഫുൾ നൈറ്റ് സഫാരിയൊക്കെ കഴിഞ്ഞ് നമ്മളെത്തി. മോർണിംഗ് തന്നെ നേരത്തെ എണീക്കണമെന്നൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പം നേരത്തൊക്കെ എണീറ്റ് നമ്മൾ പോകാൻ നിൽക്കുകയാണ്. ഇവിടെ നല്ല തണുപ്പാണ് കേട്ടോ. എനിക്കതാണ് തണുപ്പുകൊണ്ടാണ് സഹിക്കാൻ വയ്യാത്തത്. ഓ ഗൈസ്, ഞാൻ ചെരുപ്പ് മറിച്ചിട്ടാണ് കേട്ടാണേ. ആണോ? ചെരുപ്പല്ല, ഇവിടുത്തെ സാധനം മറിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ നമ്മളിവിടെ നിന്ന് പോകണം. ഇവരുടെ കുളി കഴിഞ്ഞ് അപ്സരേച്ചിയുടെ കുളി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി റസ്മി ചേച്ചി കുളിയൊക്കെ കഴിഞ്ഞ് ഡ്രസ്സൊക്കെ മാറി വരട്ടെ കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ താമസിച്ച സ്ഥലം. ഓ, നമുക്ക് പുറത്തൊക്കെ അതിൻ്റെ കാഴ്ചകൾ കാണിക്കാൻ. ഞാൻ അവിടെ ഒരു ചേട്ടൻ നനയ്ക്കണക്കിൻ്റെ കണ്ടോ. അവർ ഫുള്ള് നനയ കാര്യങ്ങളൊക്കെയാണ് കണ്ടോ. അവിടെ ഫുൾ ചെടി, നല്ല രസമുള്ള. ചേട്ടൻ്റെ വീട് ഇവിടെ തന്നെയാണോ? ആണല്ലേ. ചേട്ടൻ നനയ്ക്കണൊക്കെ ഉണ്ട് കേട്ടോ. ചേട്ടൻ നല്ല പണിയിലാണ്. എന്നോട് നനച്ചു കൊടുക്കണല്ലേ, നനയ്ക്കണല്ലേ. ഓ ഓ ഓ, വൃത്തിയില്ലേ ഇവിടെ. അവിടെ ഓ ഓ ആ, പണ്ടത്തെ വില്ല. പണ്ടത്തെ തറവാട് പോലെ സെറ്റപ്പ്. അവിടെ ഇരുന്നോ? ഓ ഓ ഓ, മരത്തിന്റെ കൊണ്ടല്ലോ. ഓ ഓ ഓ, അങ്ങനത്തെ മോഡലല്ലേ. കോഴിക്കോട് അല്ലേ? കോഴിക്കോട് എവിടെയായിട്ടാ? കാരന്തൂര് ആ ഭാഗം. പൂമുറ്റല്ലേ? ഓ ഉണ്ടല്ലേ, പേജിലുണ്ടാവും അല്ലേ? കോഴിക്കോട് നല്ല രസമല്ലേ? അവിടത്തെയാണല്ലോ വരണേ. ആ വീഡിയോ ആയിട്ട് എടുത്തപ്പോ ശരിയാ. കുറെ പേര് എന്നോട് ചോദിച്ചു ഇവിടെ ഈ ലൊക്കേഷൻ നല്ല രസമുണ്ടല്ലോ, എവിടെയാന്നൊക്കെ ചോദിച്ചു. ഇങ്ങനത്തെ മഡ് ഹൗസ് ഒക്കെ പോലത്തെ നമ്മൾ പണ്ടൊക്കെ അല്ലേ താമസിച്ചിട്ടുള്ളൂ. അതെ. ആ, നമ്മുടെ വൈക്കോല് കഴിഞ്ഞിട്ട്. ഓ അതെ, നല്ല സെറ്റപ്പ് സ്ഥല. അപ്പൊ ഫുള്ള് കാണിച്ചു കൊടുക്കുക ആൾക്കാർക്ക്. തണുപ്പാണ്. ഓ നല്ല തണുപ്പാണ്. ഈ ജലദോഷം പിടിച്ചു. അതെ, AC വേണ്ട. സത്യം AC വേണ്ട. ഫാനൊക്കെ വെച്ചിട്ടുണ്ടോ? പക്ഷെ ഫാനൊന്നും വേണ്ട. ഭക്ഷണമൊക്കെ കഴിച്ചുവോ?
പോവുള്ളൂ അല്ലേ? ഇവിടെ ഇഞ്ഞല്ല വീട് 3 കിലോമീറ്റർ അല്ലേ? ഓ ഇവിടെ തന്നെ ഫുഡും കാര്യങ്ങളൊക്കെ പിന്നെ കുഴപ്പമില്ല. അപ്പൊ എപ്പോ പോവും? ഉച്ചക്ക് പോവോ? വർഷങ്ങളായി അല്ലേ? ഓ ആ ആ ആ സ്ഥിരമായിട്ടുണ്ട് അല്ലേ? ഓ ഓ ഓ ഓ ആണല്ലേ? ഓ ഓ ഓ വന്നിട്ടല്ലേ? അപ്പൊ ഇവിടെ ഈ പാമ്പുകളൊക്കെ ഇങ്ങോട്ട് വരുമോ? പാമ്പുകളൊക്കെ വരുമോ? അങ്ങനത്തെ ഒന്നും ഇല്ലല്ലേ? ഓ ഓ ഓ ഓ അതില്ലേ ഷോക്കില് ആനകള് കേറില്ലല്ലോ അത് കാരണം. അല്ല ഈ ഷോക്ക് ലൈൻ ഉണ്ടെങ്കിൽ കയറാൻ പറ്റില്ലല്ലോ. ആ ഇത് പ്രത്യേകം എന്തോന്നാ, ഓ ഇതുപോലത്തെ കാലില്ലേ, ആ ഇതിങ്ങനെ ഷോക്കിലതിന്റെ കാല് കൊടുക്കും. ഓ ഓ ഇതുപോലെ. ആ അപ്പൊ അതിലാണല്ലോ നമ്മള് ഷോക്ക് കെട്ടണത്. ആ ചിലപ്പോ ഇതാക്കൂല്ലേ കൊടുക്കുന്നത്. അപ്പൊ എന്താക്കും, ഈ കാലില് ഷോക്ക് ഉണ്ടാവില്ല, മറിച്ചിടും. ഈ കാലിലിട്ട് ചവിട്ടിച്ച് അപ്പുറത്ത് ഇതാക്കും. എന്റെ അമ്മേ നല്ല ബുദ്ധിയാ. ആനക്ക് ബുദ്ധി പോലെ മനുഷ്യന്മാരെ നമുക്കുണ്ടാവില്ലേ? മനുഷ്യന്മാർക്കുണ്ടാവില്ലേ? സത്യ അതുപോലത്തെ ബുദ്ധിയാ. ഓ ഓ ആ ടോപ്പ് വരെ നമുക്ക് നടന്നെത്താട്ടോ പറയണ ഈ ചേട്ടൻ. അവിടുന്ന് അങ്ങോട്ടല്ലേ നടന്നിട്ടില്ല? ഫോറസ്റ്റുകാർ വിടൂല്ലേ? വാച്ചർമാര്. ഓ ആണോ? അപ്പൊ അവിടെ മൃഗങ്ങളൊക്കെ ഉണ്ടാവോ? റോഡ് റോഡ് ഉണ്ടല്ലേ? ഓ ഓ ആ ടവറിന്റെ. ഓ അവിടെ ടവറൊക്കെ ഉണ്ട് ഗൈസ്. എൻ്റെ അമ്മ അടിപൊളി സെറ്റപ്പാണ് കേട്ടോ ഗൈസ്. ഇതാണ് വീടിൻ്റെ ഫുൾ വ്യൂ കാണുന്നത്. നല്ല രസമല്ലേ? കാണുമ്പോൾ തന്നെ ഒരു എന്താ പറയുക, ഒരു അടിപൊളി സ്ഥലം. നമുക്കൊരു വൈബടിക്കാൻ പറ്റിയൊരു പ്ലേസ് ആണ് കേട്ടോ. നമുക്കങ്ങനെ മടുക്കില്ല ഇവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ. നമുക്ക് പോകണം, വീട്ടിലേക്ക് പോകണം. ആ അവിടെ ഒരു കൂട്ടുകാരുണ്ടല്ലോ. ഹലോ കുട്ടാ, എവിടെ? ഒന്നും ചെയ്യില്ല തോന്നുന്നുണ്ട്. അയ്യോ ഭയങ്കര പേടിയ പട്ടികളെ. അതൊരു വലിയ കാര്യമാണ്. ആ ടോപ്പ് വരെ കയറാം അല്ലേ? എൻ്റെ അമ്മേ കുഴപ്പമില്ല, നല്ല സുഖമാണ്, നല്ല വഴിയാ. നല്ല വഴിയാണോ? ഈ അത്ര വലിയ ഇതൊന്നുമില്ല, പിന്നെ ചെറിയൊരു കയറ്റം മാത്രമേ ഉള്ളൂ. ആ ടവറിൽ നിന്ന് അതിൻ്റെ മുകളിൽ കയറിയിട്ട് പിന്നെ സൈഡിൽ ഇങ്ങനെ അവിടം വരെ പോയി ഈ കർണാടക മൊത്തം കാണാം. ആ ഈ സമയത്തൊക്കെ കൊണ്ടുപോകും അല്ലേ? ആ കൊണ്ടുപോകും. ഓക്കെ. ഇത് രാവിലെ പോകണമെങ്കിൽ നമുക്ക് അത്ര പിന്നെ ഇത് ഉണ്ടാവില്ല, ചെറിയൊരു ഇത് ചൂട് കുറഞ്ഞു. ഓ ഇപ്പൊ ചൂട് കൂടും. ഇപ്പൊ ചൂട് കൂടും. ഇപ്പൊ പിന്നെ ചൂടായില്ല. രാവിലെ പോയാൽ നിങ്ങൾക്ക് ചിലപ്പോൾ ആനനെ എവിടെയെങ്കിലും കാണും, പക്ഷെ വലിയ ഇതൊന്നും ഉണ്ടാവില്ല. ചെറിയ ചെറിയ ആനകളല്ലേ? ഓക്കെ. ടോപ്പ് വരെ പോവല്ലേ? പിന്നെ ഇവിടുന്ന് പക്ഷിപാതാളത്തിലേക്ക് 15 കിലോമീറ്റർ. പക്ഷിപാതാളം മീൻസ് ഇതിന്റെ ഉള്ളിൽ അതിന്റെ അപ്പുറമുണ്ട് ഗുഹ. പണ്ട് ഈ ബ്രിട്ടീഷ് കാലത്ത് അവര് താമസിച്ചുകൊണ്ടിരുന്ന പിന്നെ ഈ പഴയ ഇതൊക്കെ ഉണ്ട്. അത് പാറിയ, വലിയ പാറിയ. അപ്പൊ അതില് നമ്മള് ഓരോ പാറ ഇതിന്റെ ഇടയ്ക്ക് താഴേക്ക് കുഴിയാണ്, കിണറ് പോലത്തതാ. അപ്പൊ അതില് ചാടി ചാടി നമ്മള് ആ വഴി കൂടെ എന്നിട്ട് ഇപ്പുറത്ത് കൂടെ കയറുന്ന വഴി അങ്ങ് എന്നിട്ട് പാറ മൊത്തം മൂടിയിട്ടുണ്ടാവും. ഇങ്ങനെ അവിടെ പോവാനൊക്കെ പറ്റും? ആ പോവാൻ പറ്റും. എന്നിട്ട് അത് മൊത്തം മൂടിയതാ. അപ്പൊ അതിന്റെ ഉള്ളിൽ കൂടെ പോയിട്ട് അപ്പുറത്തെ വഴിക്ക് നമുക്ക് ചാടാം. ഈ തിരുനെല്ലി എന്ന് പറഞ്ഞ അമ്പലം ഫേമസ് അല്ലേ? ആ ഫേമസ് ഉള്ള ഇത് പഴയ അമ്പലം അതല്ലേ ക്ഷേത്രം തിരുനെല്ലി. ഈ കൊറേ മരച്ചെടി കാണുന്നത് കണ്ട, അതിന്റെ ടോപ്പിന്റെ അപ്പുറത്താ. പോണല്ലേ? ഞങ്ങക്ക് പോണമെന്നുണ്ട് അവിടേക്ക്. ഭംഗിയുള്ള അമ്പലാണല്ലേ? ആ നല്ല ഇതാ. അവിടെ പോയാൽ ഇതാ നിങ്ങൾക്ക് പാവനാശി അപ്പുറത്ത് ഈ കർമ്മങ്ങളൊക്കെ ചെയ്യുന്ന എല്ലാം അവിടെ ഇത് ഉണ്ട്. ഞങ്ങൾ താഴേക്ക് സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് എന്താ ഇതെന്നോ. ആ ടോപ്പ് വരെ എത്തണല്ലോ ശരിക്കേ? ആ ടോപ്പിലേക്ക് വരെ പോവല്ലേ? കറക്റ്റ് ആ ടോപ്പ് വരെ പോവാ. ഇവിടുന്ന് ഏകദേശം ഇപ്പൊ ആൾക്കാർ പോകുന്നുണ്ടല്ലേ? ആ ടോപ്പ് വരെ പോയിട്ട് രാവിലെ പോയിട്ട് ഇന്നലെ മിഞ്ഞാന്ന് ഒരു ടീം വന്ന് രാവിലെ പോയിട്ട് അവര് ഉച്ചയാകുമ്പോ എത്തി. ഉച്ചയാകുമ്പോഴല്ലേ? ഒരു 10-12 പേര്. നമുക്കൊന്ന് പോയി നോക്കണം ആ ടോപ്പ് വരെ. അതെ, നല്ല രസമുണ്ടാവും നടന്ന് കാണാനൊക്കെ. നല്ല രസം നടന്ന്. അതിന്റെ ഉള്ളിൽ കയറിയാല് തണുപ്പാ. ഓ അപ്പൊ കാടല്ലേ? കാട് തണുപ്പിന്റെ തണുപ്പുണ്ടാവും. പക്ഷെ അതിന്റെ അവിടെ അറ്റത്തെത്തിയാലാണ് ചൂട് വരെ. ഇല്ലല്ലോ, ചൂട് അങ്ങനെ അടിക്കൂല, കാറ്റടിക്കും. നല്ല കാറ്റടിക്കും.
അടിപൊളി. എന്തായാലും കയറി നോക്കണം. വലിയ നമ്മളുടെ ഫുഡ് കഴിക്കാനായിട്ട് പോവാണ് അല്ലേ? യെസ്. കുളിയൊക്കെ കഴിഞ്ഞപ്പോൾ വന്നോളൂ. ഞാൻ നേരത്തെ എനിക്ക് ഗുഡ് ഗേളായി ഞാൻ. അവിടെ നിന്ന് ഒരാൾ ഗുഡ് മോർണിംഗ് ആണോ എപ്പോഴാണ് കണ്ടെന്ന് അറിയില്ല. ഹലോ മൈക്കിട്ടില്ലേ? മൈക്കട്ടില്ല. നാച്ചുറൽ സൗണ്ട് മതി. യെസ്. കിളികളുടെ നാദങ്ങളും എല്ലാം നിങ്ങൾ കേൾക്കണം അല്ലേ? കിളികളുടെ നാദങ്ങളുണ്ട്. കിളികൾ കരയുണ്ട്. ഞാൻ ഫുള്ള് ആ ചേട്ടൻ നമുക്കെല്ലാം പറഞ്ഞിട്ട് ആ മലയുടെ മുകളിൽ കയറുന്നതും കാര്യങ്ങളൊക്കെ നമുക്കിപ്പോൾ. അതെ. ബൈ ബൈ ചേട്ടാ. ഓ ചേട്ടാ എപ്പോഴാ ഫ്രീ ആവണേ നമ്മളെ മലയിൽ കയറ്റാൻ? ചേട്ടൻ ഡ്യൂട്ടി എടുത്ത. അപ്പോൾ ഗൈസ് നമ്മളിതാ ഫുഡ് കഴിക്കാൻ വന്നിരിക്കുകയാണ്. നല്ല ഇഡ്ഡലി, ചട്നി, പൂരി, സാമ്പാർ, കുറുമക്കറി, പിന്നെ ഫ്രൂട്ട്സ്, അങ്ങനെ എല്ലാ കാര്യങ്ങളുണ്ട്. അവിടെ നടന്നെത്തുമ്പോൾ ക്ഷണിച്ചു. നീ തിരിച്ചു പോകുന്ന പറഞ്ഞ റിസ്ക്കാണ്. ഇവിടെ നിന്നാണ് നമ്മൾ യാത്ര തുടങ്ങുന്നത് കേട്ടോ. നമ്മൾ വാഷ് ചെയ്ത് ഫുഡ് കഴിക്കട്ടെ കേട്ടോ അല്ലേ? അയ്യോ ചണ്ടടാ. തിരുനെല്ലി അമ്പലത്തിൽ പോകാനായിട്ട് നടക്കാണ്. അപ്പോൾ നടക്കാൻ അത്യാവശ്യം ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. അത് കാരണം സൺസ്ക്രീനൊക്കെ മൊത്തം പരട്ടിയിട്ടുണ്ട്. അല്ലെങ്കിൽ ഇവിടുന്ന് പോകുമ്പോൾ വീട്ടിലെത്തുമ്പോൾ ചോദിക്കും അമ്മ ആരാണ് ചോദിക്കും ചിലപ്പോൾ. അത് കാരണം നമ്മൾ അതൊക്കെ പരട്ടിയിട്ടാണ് നടക്കുന്നത്. എപ്പോൾ എത്തുന്നൊന്നും നമുക്ക് ലൊക്കേഷൻ പോലും അറിയില്ല. നെറ്റ് പോലും ഇല്ല. കാടാണല്ലോ, നെറ്റിലും ഒന്നും ഇല്ലാത്തൊരു ഏരിയ ആണല്ലോ. കാരണം നമ്മൾ എവിടെയെങ്കിലുമൊക്കെ എത്തും എന്ന വിശ്വാസത്തിൽ നടക്കുന്നു. ഈ വീഡിയോ ബാക്കി കാണണമെന്ന് എനിക്ക് മീൻസ് ബാക്കി എടുക്കണം എന്നൊരു ആഗ്രഹമുണ്ട്. അല്ലെങ്കിൽ കടുവേപ്പുലിയൊക്കെ പിടിച്ചാൽ എടുക്കാൻ പറ്റില്ല, അത്രേ ഉള്ളൂ. ഓക്കെ. അപ്പോൾ ഗൈസ് നമ്മൾ നടന്ന് ക്ഷീണിക്കാനുള്ള മാത്രം നടത്തൊന്നും നടന്നിട്ടില്ല കേട്ടോ. എൻ്റെ കാല് അല്ലെങ്കിൽ വീടിൻ്റെ പടി കയറിയിട്ട് കാല് പോയിട്ടിരിക്കുക ഗൈസ്. നമ്മൾ നല്ല പൊരിഞ്ഞ വെയിലത്താണ് നടക്കുന്നത് കേട്ടോ. പക്ഷെ കുറച്ച് കാറ്റുകൊണ്ട് തണുപ്പുണ്ട്. അത്രയും ചൂടിൽ വേർക്കണില്ല, തണുപ്പുണ്ട്. അതെ, നല്ല കഥപ്പുണ്ട് പട്ടീനെ പോലെ. അയ്യോ നല്ല വഴികളാട്ടോ. നല്ല വഴിയാ, വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റിയ വഴിയാ. അപ്പോൾ നമ്മൾ കയറിയിട്ട് തിരുനെല്ലി അമ്പലത്തിൽ കാണിക്കാം കേട്ടോ. ഇതിൻ്റെ ഇടയിൽ കൂടെ വല്ല സാധനങ്ങളൊക്കെ പോയാൽ മീൻസ് മൃഗങ്ങളൊക്കെ പോയാൽ കാണിക്കാം. വല്ല പുലിയോ കടുവയോ ധൈര്യശാലിയായ നന്ദനുള്ളത് കൊണ്ട് നന്നായിട്ട് ക്യാപ്ചർ ചെയ്തോ. അതെ, എല്ലാം ഇങ്ങനെ നോക്കി എൻ്റെ കണ്ണിങ്ങനെ കാടിൻ്റെ ഉള്ളിലേക്ക് വന്ന് ഫോട്ടോ ഗൈസ്. നമ്മൾ നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്കൊരു ചേട്ടൻ ലിഫ്റ്റ് തന്നു. നമ്മളിപ്പോൾ കാറിൽ തിരുനെല്ലി അമ്പലത്തിലെത്തി അല്ലേ? വീഡിയോ വ്ളോഗ് എടുക്കണം ചേട്ടാ, പുള്ളിയെ കാണിക്കാം. അപ്പോൾ ഗൈസ് നമ്മളിതാ തിരുനെല്ലി അമ്പലം എത്തിയിട്ടുണ്ട്. വൗ നൈസ്. നമ്മുടെ കൊണ്ടുവന്ന കാർ ചേട്ടൻ ഇതാണ് കേട്ടോ. അപ്പോൾ ഗൈസ് നമ്മൾ എവിടെ എത്തി പറ? തിരുനെല്ലി മഹാവിഷ്ണു ക്ഷേത്രം. വായിച്ചിട്ട് പറയുന്നത് തിരുനെല്ലി അമ്പലത്തിലെത്തിയിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു തിരുനെല്ലി അമ്പലത്തിൽ വരുന്നത്. അപ്പോൾ മഹാവിഷ്ണു ഇന്ന് മഹാദേവൻ്റെ ഡേ ആണല്ലോ. പക്ഷേ മഹാവിഷ്ണു അനുഗ്രഹിച്ച് നമുക്ക് ഇവിടെ എത്താൻ പറ്റി. നമ്മളുള്ളേ കറക്റ്റ് കേട്ടോ. നമ്മൾ അമ്പലത്തിൽ സൈഡിൽ കൂടെ നമ്മൾ ആ പടി കയറി കയറാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഈ സൈഡിൽ കൂടെയാണ് കയറാമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ സൈഡിൽ കൂടെ നടന്നുകൊണ്ടിരിക്കണം. അവിടെ ഒരാൾ വ്ളോഗ് എടുത്ത് നടക്കുന്നുണ്ട്. യെസ്. അപ്പോൾ ഗൈസ് നമ്മൾ ഈ പടി കയറി പോകണം അമ്പലത്തിലേക്ക് കയറണമെങ്കിൽ. അപ്പോൾ എൻ്റെ അമ്പലത്തിൻ്റെ ആഗ്രഹം നടന്നൊരു സന്തോഷത്തിലാണ് ഗൈസ് ഞാൻ. നമ്മളങ്ങനെ ഫേമസ് ആയിട്ടുള്ള തിരുനെല്ലി അമ്പലത്തിലെത്തി. നല്ല ഞാൻ ആഗ്രഹിച്ച പോലെ തന്നെ എനിക്ക് എത്താൻ സാധിച്ചു എന്ന് പറയുമ്പോൾ തന്നെ വലിയൊരു പ്രൗഡ് മൊമെൻറ്റ് അല്ലേ? നമുക്ക് അമ്പലത്തിൽ വരണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അമ്പലത്തിലെത്തി. ഇതാണ് കേട്ടോ ഫുൾ വ്യൂ ഒക്കെ. അവിടെ വീഡിയോ ഫോട്ടോ ഒന്നും എടുക്കാൻ പാടില്ലെന്ന് വെച്ചിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഈ സൈഡിൽ ഫോട്ടോ എടുക്കണം കണ്ടപ്പോൾ ഇവിടെ വന്നിട്ട് എടുക്കണം കേട്ടോ. ഗൈസ് ഈ അമ്പലത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫുൾ കാടിന് ചുറ്റും നടുക്കിലൊരു അമ്പലമാണ് കേട്ടോ. നല്ല അടിപൊളി ഇവിടെ കുളവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ വെളിയിടുന്നതൊക്കെ വരാൻ തോന്നുന്നുണ്ട് കേട്ടോ. ഒരു പാറയുടെ ചുറ്റും ഇങ്ങനെ വെള്ളം, നല്ല രസമുണ്ട് കാണാൻ. ഗൈസ് ഇതാണ് കുളം എന്ന് ഞാൻ പറഞ്ഞില്ലേ നേരത്തെ. ഫുള്ള് പാറയുടെ അവിടെ ചുറ്റും അതിൻ്റെ പാറയാണ്. അതിൻ്റെ മുകളിൽ നിന്ന് തോന്നുന്നുണ്ട് വലിയ കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട്. ഇവിടെയാണോ വെളിയിടുന്നത് ചേട്ടാ? അറിയില്ല, അവിടെയാണല്ലേ? അത് തെറ്റി ഗൈസ്, അവിടെയാണ്. വെള്ളത്തിൽ മൊത്തം അങ്ങനെ എന്തോ ചണ്ടിയൊക്കെ നിറഞ്ഞിട്ട് കിടക്കുന്നുണ്ട്. ആ പായലല്ലേ? എന്തോ അതന്നെ. അവിടെ ചന്ദനൊക്കെ ഇവിടെയാന്ന് തോന്നുന്നു. എന്തോ ചന്ദനൊക്കെ തൊടുന്ന ആൾക്കാർ എന്തോ പ്രതിഷ്ഠകളുണ്ട് തോന്നുന്നുണ്ട് അല്ലേ? എന്തോ സംഭവം എനിക്ക് മനസ്സിലാവുന്നില്ല. കണ്ട പായലൊക്കെ കിട്ടി. ഇവിടെ താമരയ്ക്കുണ്ട്, നല്ല ഭംഗിയുള്ള താമര.
അടിപൊളിയല്ലേ. ഇനി കുറച്ചും കൂടി അങ്ങോട്ട് നടക്കാണ്ട് തോന്നുന്നുണ്ട് ഗൈസ്. ഞാൻ അവിടേക്ക് പോകണില്ല. ഇവർ അവിടെ നിന്ന് ഫോട്ടോ എടുത്ത് കളിക്കുകയാണ്. ചേച്ചി രശ്മി ചേച്ചി. ഞാൻ മുകളിലേക്ക് കറക്റ്റായിട്ട് അവിടെ പടികളൊക്കെ ഉണ്ട്. ഇങ്ങനെ കയറി ഈ പടികൾ കയറിയിട്ട് വേണം നമുക്ക് അവിടെ എത്തണമെങ്കിൽ. ഇറങ്ങാൻ കുഴപ്പമില്ല, പക്ഷെ കയറാൻ നല്ല സുഖമാണ്. ഇവിടെ കടകളുണ്ട് കേട്ടോ. അതിൻ്റെ ഒപ്പം തന്നെ എല്ലാം ചായപ്പൊടി, മറ്റേ ചോളത്തിൻ്റെ പൊടി, അങ്ങനത്തെ സംഭവങ്ങളൊക്കെയുള്ള കടകളുണ്ട്. എല്ലാം ഉണ്ട്. ഈ ചേട്ടനാണ്ടോ നമ്മളെ എവിടേക്ക് കൊണ്ടുവന്നത്? അയ്യോ, തിരുനെല്ലിക്കൊക്കെ അമ്പലത്തിക്കൊക്കെ. ചേട്ടാ ഇവിടെ നോക്കോ, ഒരു ഹായ് പറഞ്ഞോളോ. താങ്ക് യു ചേട്ടാ. നമ്മള് കുഞ്ചാക്കോവിനെ കണ്ടില്ല, പക്ഷേ നമ്മൾ ഇവിടുന്ന് എത്തി. നമ്മുടെ റിസോർട്ടിൽ തന്നെ എത്തിയിട്ടുണ്ട്. എൻ്റെ അമ്മേ, ബൈ ബൈ ചേട്ടാ. ആരെ കുഞ്ചാക്കോവിനെ കണ്ടില്ല ഒന്നുമില്ല. ആ ഓക്കെ, ബൈ ബൈ. പാവം ചേട്ടൻ നമ്മളെ കൊണ്ട് ഇവിടെ ഇറക്കി വിട്ടു കേട്ടോ. പാവം. അതെ, എങ്ങനെയെങ്കിലുമൊക്കെ നമുക്ക് ലിഫ്റ്റ് കിട്ടും. അവിടുന്ന് ഇറങ്ങിറങ്ങാനായിട്ട് അവിടുന്ന് കിട്ടി, ഇവിടുന്ന് കിട്ടി. കുട്ടാ ഭയങ്കര സ്നേഹമാണ് കേട്ടോ ആൾക്ക്. നമ്മുടെ കൂടെ ഫുൾ ടൈം നടന്നിട്ടുണ്ട്. നമ്മൾ വിളിച്ചാന്ന് മൈൻഡ് ചെയ്യില്ല, പക്ഷെ ആള് അങ്ങനെ സ്നേഹമുള്ളവനാ അല്ലേ കുട്ടാ. ഗൈസ്, അങ്ങനെ ഒരു ഡാൻസ് ഒക്കെ കഴിഞ്ഞു. നമ്മളിതാ ഫുഡ് കഴിക്കാനായിട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഞാനായിട്ടാണ് ചെരുപ്പാണ് കളിച്ചിരിക്കുന്നത്. ഞാൻ കാണിക്കില്ല. റീൽസ് എടുപ്പിലൊക്കെ കഴിഞ്ഞോട്ടോ. ഇതാണ്ട് നമ്മൾ നേരത്തെ ഞാൻ കാണിച്ചിരുന്നില്ലേ, സ്റ്റേ വീട് നമ്മൾ താമസിക്കുന്ന സ്ഥലം. അപ്പം നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് ഇതാ 8 ഗ്രൂപ്പുകൾ അവിടെ നടന്നു പോകുന്നുണ്ട്. അപ്പോൾ ഗൈസ്, നമ്മളിന്ന് ശിവരാത്രി ആയതുകൊണ്ട് ഇന്ന് ശിവരാത്രി ആയതുകൊണ്ട് വെജിറ്റേറിയൻ ആണ് കഴിക്കുന്നത്. ചോറും നല്ല എന്തോ തക്കാളിക്കറി എന്തോ സംഭവം പറഞ്ഞു ചേട്ടൻ. അപ്പോൾ അത് കൊണ്ടുവരുന്നുണ്ട്. സമയം എടുക്കുമെന്ന് പറഞ്ഞു. കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യും. നമ്മുടെ ശിവന് വേണ്ടിയിട്ടല്ലേ. നമ്മുടെ ശിവന് അല്ലെങ്കിൽ പിന്നെ ഒരുമിച്ച് പഠിച്ച ആൾക്കാരെ എക്സ്ക്യൂസ് മീ, ശിവനെ നന്ദുവിനെ വെയിറ്റ് ചെയ്തിരിക്കുക. ഫുഡ് പച്ചക്കറി വേണ്ടി ചോറ് കഴിക്കാൻ. നമ്മൾ പച്ചക്കറി കഴിക്കുള്ളൂ. നമ്മളൊക്കെ അങ്ങനത്തെ ഒരു ആൾക്കാരാണ്. ഇവർ ചിക്കനും മീനൊക്കെ തട്ടി വിടുന്നു. എനിക്ക് അശുദ്ധാക്കുന്നു. എൻ്റെ ചോറിലേക്ക് തൊട്ടരുത്. മോരും ചിക്കനും കൂടി കഴിക്കാൻ പാടില്ല, കേട്ടില്ലേ? ഓക്കെ, ഭക്ഷണം കഴിക്കട്ടെ കേട്ടോ. അശ്വത്തിലേക്ക് വെള്ളം ഒഴിക്കുന്നു. എന്തൊരു ബുദ്ധിയെ, പാത്രത്തേക്ക് വെള്ളം ഒഴിക്കുന്നു. അതാ ഇവിടെ ഒഴിച്ചു. ഗൈസ്, ഞാൻ പറഞ്ഞേ കയ്യോണ്ട് ചോറ് കഴിച്ചാലേ നമുക്ക് അതിൻ്റെ ടേസ്റ്റ് അറിയുള്ളൂ എന്ന്. അപ്പോൾ ഒരാൾ കാണിക്കുന്നത് പറയൂ. എന്താ കൈകൊണ്ട് കഴിക്കുന്നില്ലേ? സോറി, എന്ത് പറ്റി? ഞാനിത് ശീലിച്ചു പോയി. ഇവിടെ ഒരാൾ നോക്കും, മാക്ക് കൈകൊണ്ട് തിരുമ്പി കഴിക്കുന്നുണ്ട്. ഞാനതില്ല, കൈ നമുക്കൊരു വീക്ക്നെസ് ആണ്. എന്നിട്ടിങ്ങനെ അത് മോരും തക്കാളിക്കറിയൊക്കെ കൂട്ടി ഇങ്ങനെ കഴിക്കുമ്പോഴൊരു ഫീല്. അപ്പോൾ ഗൈസ്, നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. വയറ് നിറഞ്ഞു. അപ്സരമോൾ വയറ് നിറഞ്ഞു അല്ലേ? കുറച്ച് കഴിച്ചിട്ട് പറയാം വയറ് നിറഞ്ഞു. കുറച്ച് ഫുഡ് കഴിക്കും. അതെ, കുറച്ച് കഴിക്കൂ. നമുക്ക് ഇനി ഈവനിങ് പുറത്ത് പോകണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ കാർ ഇവിടെ നിന്ന് സെറ്റാക്കാന്ന് പറഞ്ഞിട്ടുണ്ട് ഇവർ. നോക്കട്ടെ, ആനനും പുലിനെ കുഞ്ഞും കാണാൻ പറ്റുമോ നോക്കാമല്ലോ. ഇവിടുത്തെ പേരക്കാണല്ലേ ചേട്ടാ? ഓക്കെ, ഇവിടുത്തെ ഹലോ എക്സ്ക്യൂസ് മീ മേടിച്ചിട്ട് വരാൻ ചെയ്യാട്ടാ അപ്സരേ. ഇല്ലാണ്ടാവുന്നു. അപ്പോൾ നമ്മൾ പേരക്ക കഴിക്കാൻ പോവാണ്. നമ്മൾ ഫ്രഷ് പേരക്ക കടിക്കാം. ഓക്കെ, കഴിക്കാം ചേട്ടാ. ഇത് പൊട്ടിച്ചു കൊണ്ടുവരണല്ലേ? കഴിക്കണ്ട കേട്ടാ. ഇതാണ് അടിപൊളി, നല്ല മധുരം ഉണ്ട് കേട്ടോ. കിടിലം മധുരം. ഇപ്പോൾ ഫ്രഷ് പേരക്ക. അപ്പോൾ ഗൈസ്, നമ്മളിതാ ഇവിടെ എന്തോ അരുവി ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കാണാൻ പോവാണ്. നമ്മളൊരു ചേട്ടൻ ഉണ്ടായിരുന്നു. ആ ചേട്ടനും ആരൊക്കെയോ പോയി. നമ്മൾ ആ വഴി അന്വേഷിച്ച് പോകണം. നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാണ്ടായിരുന്നു. കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മൾ ഇറങ്ങാൻ നിൽക്കുകയാണ്. മക്കളെ വഴി അറിയോ? എഴുത്തിനറിയാം, എനിക്കറിയില്ല കേട്ടോ. പോട്ടെ, അവിടെ ഇത്തിരി കാണിച്ചാൽ എന്താണെന്നൊക്കെയുള്ള കാഴ്ചകൾ. ഓക്കെ, വഴിയൊന്നും അറിയില്ല. കശുമാങ്ങയുടെ മണം വരുന്നുണ്ടേ. ഞാനിങ്ങനെ ഓരോ മണങ്ങൾ പിടിച്ച് പോയിരുന്നു. നേരത്തെ നമുക്ക് പേരക്ക കിട്ടിയില്ലേ? അപ്പോൾ നമുക്ക് കശുമാങ്ങയുടെ സ്മെല്ല് വരുന്നുണ്ട്. ഇവിടെ നിന്നൊന്നും അറിയില്ല. മാങ്ങ കാടാണല്ലോ, അവിടെ നിന്നൊക്കെ ആവും. എന്താണ് റസ്മീൻ ബാക്കി പറയാനുള്ളത്? എന്നിട്ട് കുറച്ച് സ്പേസ് ഡിലീറ്റ് ആക്കിയാൽ മതി. ഇതായിരുന്നു വലിയ പെണ്ണ്. നല്ല വെയിലുണ്ട് ഗൈസ്. സൺസ്ക്രീൻ ഒന്നും പരട്ടിയിട്ട് കാര്യമില്ല. മുഖമൊക്കെ ഏതൊക്കെയോ കളറായി. വാ, നല്ല വഴി കൂടെ നമ്മൾ പാടം കഴിഞ്ഞു, പറമ്പുകളും കഴിഞ്ഞു. നമ്മൾ നല്ല വഴി കൂടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഒരു റോഡ് മൊത്തം നല്ല റോഡാണ് കേട്ടോ. അവിടെ പിള്ളേരാണെങ്കിലോ ക്രിക്കറ്റ് കളിക്കുന്നുണ്ട്. അങ്ങോട്ട് നോക്കിയാൽ ഭയങ്കര സൂര്യനായതുകൊണ്ട് ലേറ്റ് ഭയങ്കരമായിട്ട് പ്രശ്നമാണ് ഗൈസ്. ഇത് കൂടെ ആന വരും അല്ലേ? ആനയ്ക്ക് കയറാൻ വേണ്ടേ? ആനയ്ക്ക് ജീവിക്കണ്ടല്ലേ? അപ്പം ഗൈസ്, നമ്മളിതാ നമ്മുടെ സ്ഥലത്തിലേക്ക്
എത്തിയിരിക്കുകയാണ്. സ്ഥലം കാണിച്ചു തരാം കേട്ടോ. ഞാൻ അപ്പം തന്നെ എത്തിയെന്നെ അവിടെ. ഇതാ അപ്പൊ ഗൈസ് കെട്ടി ഇറങ്ങാൻ പോകാൻ 2 ഫോണും ഇനി ഞാനാണ് ഹാൻഡിൽ ചെയ്യുന്നത്. ഓക്കെ ബ്രോ, താങ്ക് യു. ഇതൊക്കെ ബാക്ക്ഗ്രൗണ്ട് വാ, ഇത് നോക്ക്, നല്ല തണുപ്പുണ്ടല്ലേ, അടിപൊളി അടിപൊളി സംഭവം, സൂപ്പറായിട്ടുണ്ട്. ഞാൻ വരണോ അല്ലേ? സ്ലിപ്പാവരുത്, നോക്കണേ, ഓഫ് ചെയ്ത് വരണം. അപ്പൊ ഗൈസ് ഇതാണ് സ്പോട്ട്. നമ്മളൊന്ന് കുറച്ചു നേരം ഒന്ന് എൻജോയ് ചെയ്യട്ടെ. എൻജോയ് ചെയ്തിട്ട് നമ്മൾ വരുന്നതാണ്. ഓ പൊളി പൊളി ആംബിയൻസ്. ഇവിടെ എത്തിയപ്പോൾ പ്രത്യേക തണുപ്പ് കേട്ടോ. സൗണ്ട് ഒക്കെ നിങ്ങള് അടിപൊളി സ്ഥലമാണ് കേട്ടോ. കണ്ടോ, ഇവിടെ നമുക്ക് ഇങ്ങോട്ട് ഇങ്ങനെ വെള്ളത്തിലിറങ്ങുമ്പോൾ സൂക്ഷിച്ചിറങ്ങണം, അല്ലെങ്കിൽ നമ്മൾ തിന്നി വിടും. ഓക്കെ, നൈസ്. അവിടെ നോക്കി വീണില്ലെങ്കിൽ ഫോൺ വീണാലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് നോക്കാം. അടിപൊളി. അപ്പോൾ ഗൈസ് അടിപൊളി വ്യൂ ആണ് കേട്ടോ. നല്ല രസമുണ്ട്. ഞാൻ ഈ പറയണ വരെ കേൾക്കുമെന്ന് അറിയില്ല ഇതിൻ്റെ ശബ്ദം കൊണ്ട്. കണ്ടോ? ആ എന്താ കുഴപ്പം? നന്നായി ഗൈസ്, നന്നായി. പെണ്ണുമ്പിള്ളേനെ അടിച്ച് മുടിക്കണ്ടേ. ഇതാണ് കേട്ടോ ഗൈസ് ആ വ്യൂ എന്ന് പറഞ്ഞത്. അടിപൊളി സെറ്റപ്പാണ്, നല്ല രസമുണ്ട് കാണാനായിട്ട്. വെള്ളമൊക്കെ ഫ്രഷ് വെള്ളങ്ങളെല്ലാം ഇങ്ങനെ എന്താ പറയുക തെളിഞ്ഞ് കണ്ടോ. അവിടെയൊക്കെ പുലി ഉണ്ടെന്നാണ് പറയണത്. ആ അറ്റത്തൊക്കെ പുലി വരുന്നൊക്കെ പറയണം. ഈ ആനകളൊക്കെ വെള്ളം കുടിക്കാൻ വരുന്നത് ഇതാന്ന് തോന്നുന്നു അല്ലേ? നല്ല ഫോട്ടോ ഞാൻ കാണിച്ചു തരാം. ആനകളൊക്കെ വെള്ളം കുടിക്കാൻ ഈ വഴിയൊക്കെ ആവും വന്നിട്ട്. ആ പുലി വരുത്, പുലി വരുത്. ആ റസ്മിൻ ഭായി എന്നോട് പറയാ അവിടെ പോയി നിൽക്കാൻ. അവിടെ ഈ വഴിക്കലിൻ്റെ ഇടയിൽ കൂടെ പോയി നിന്നിട്ട് വേണം ഞാൻ തലകുത്തി വീഴാൻ. എന്താണ് റസ്മിൻ ഭായി ഇങ്ങനെ? അപ്സരേജി വാ. എന്താ മോളെ ഇത്? നമ്മളൊരു സ്ഥലത്തേക്ക് വന്നിട്ട് ഇങ്ങനെ ഇരിക്കാൻ പാടുണ്ടോ? കാണണ്ടേ കാഴ്ചകൾ അല്ലേ? ഇവിടെ ഒരാൾക്ക് നിരാശയായി തോന്നുന്നുണ്ട്. ഹലോ, നിരാശപ്പെട്ടോ? ഈ അരുവിയിൽ നിന്നപ്പോഴാണോ മെമ്മറീസ് വരുന്നത്? എന്തുകൊണ്ട്? ഇംഗ്ലീഷ്കാരി ഹോ ഹം ഹാ ഹോ. എന്തോ അപ്സര രത്നാകർ എന്ന് പറയാനുണ്ട്, പറയും. നമ്മളിപ്പോൾ ഒരു കാര്യം, ഒരു സീക്രട്ട് ഞങ്ങളങ്ങനെ റിവീൽ ചെയ്യാൻ പോവാണ്. ഒരു കാര്യം അനൗൺസ് ചെയ്യാൻ പോവാം. നമ്മൾ കുറേ ആൾക്കാരായിട്ട് നമ്മളിങ്ങനെ റീൽസ് ചെയ്യുമ്പോഴും ലൈക്ക് ഇങ്ങനെ യൂട്യൂബ് ചാനലൊക്കെ ചെയ്യുമ്പോഴത്തേക്കും കുറേ ആൾക്കാർ നല്ല കുറേ നല്ല നല്ല കമന്റ്സുകളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ നമ്മളിപ്പോൾ ഒരു കാര്യം തീരുമാനിച്ചു. ഇനി കുറച്ച് നാൾ കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പം ആൾക്കാർക്ക് എന്തായാലും ഭയങ്കരമായിട്ട് നല്ല പോസിറ്റീവായിട്ട് ആൾക്കാർ പറയുന്നുണ്ട്. നമ്മുടെ ഒരുമിച്ചുള്ളൊരു വൈബ്, ആ ഒരു കണക്ഷനൊക്കെ ആൾക്കാർ ഭയങ്കര എൻജോയ് ചെയ്യുന്ന പറയുന്നുണ്ട്. പേഴ്സണലി നമുക്കും ലൈക്ക് ഒരുമിച്ചുള്ള സമയത്ത് ഭയങ്കര ഹാപ്പിനെസ് ആണ്, ഭയങ്കര രസമാണ്, ഭയങ്കര വൈബാണ്. സോ നമ്മളൊരു കാര്യം ഡിസൈഡ് ചെയ്തു. അതിപ്പോൾ റിവീൽ ചെയ്യാൻ പോവാണ്. ഇനി നമ്മൾ അങ്ങോട്ട് ഒരുമിച്ച് എല്ലാ പരിപാടികളും ഞങ്ങൾ വരാൻ പോവാ ഒരുമിച്ച്. അതെന്താണെന്നും അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഉടനെ ഞങ്ങൾ അറിയിക്കുകയാണ്. അപ്പൊ സോ നമ്മൾ ഒരുമിച്ച് ഇനി നമുക്ക് ഒരുമിച്ച് കാണാം.